1 ദിനവൃത്താന്തം അധ്യായം 21. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബേർഷബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേല്യരെ എണ്ണുവിൻ, എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ യജമാനനായ രാജാവേ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേലിൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദായിൽ 4,70,000. എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല. കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ 1 നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖഡ്ഗം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം. എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേല്യർ മരിച്ചു വീണു. ജെറൂസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറൂസലമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ അജഗണം എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിൻ്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലംപറ്റത്താണ് ഉണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിനൊരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക. അതിൻ്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക. ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തുകൊള്ളുക. എൻ്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ, ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നേ ഞാൻ വാങ്ങൂ. നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഒർണാന് കൊടുത്തു.
ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹനബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവനുത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു. അവൻ വാൾ ഉറയിലിട്ടു. ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്കുത്തരമരുളിയതിനാൽ ദാവീദ് അവിടെ ബലികളർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹനബലിപീഠവും അന്ന് ഗിബെയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു. സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 22. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹനബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സീദോന്യരും ടീർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കിവെച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പത്തില്ലാത്തവനുമാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിനു മുൻപ് ശേഖരിച്ചു വെച്ചു. അവൻ തൻ്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവിനോട് അരുളി ചെയ്തു, നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിൻ്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശലപ്പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരും ആയി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ.
1 ദിനവൃത്താന്തം അധ്യായം 23. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു. ആകെ 38,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർഷോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു. ഗർഷോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമെയി. ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേഥാം, ജോയേൽ എന്നിവരും. ഷിമെയിയുടെ പുത്രന്മാർ ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്ന് 3 പേർ. ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹാദ്, സീസ, യവൂഷ്, ബെറിയ എന്ന് 4 പേരും ഷെമയുടെ പുത്രന്മാർ. യാഹാദ് 1-നും സീസ 2-നും ആയിരുന്നു. യവൂഷിനും ബെറിയായ്ക്കും അധികം പുത്രന്മാരില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ. അഹ്റോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോം, എലിയേസർ. നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ. എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു. എന്നാൽ റഹാബിയായ്ക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ 1-മൻ ഷെലോമിത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമരിയ, യഹസിയേൽ, യക്കാമെയാം. ഉസിയേലിന്റെ പുത്രന്മാർ 1-മൻ മിഖ, 2-മൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി. മഹലിയുടെ പുത്രന്മാർ എലയാസർ, കിഷ്. എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹലി, ഏദർ, യെറേമോത്ത് എന്ന് 3 പേർ. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20 അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി. അവിടുന്ന് ജെറുസലമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവി പുത്രന്മാരിൽ 20 അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. തിരുസാന്നിധ്യ അപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാബത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിൻ്റെയും
വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 24. അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹീമേലെക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്ക്, അബിയാഥറിന്റെ മകൻ അഹിമേലെക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിന്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷമായ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരിം, നാലാമൻ സെവോരിം, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹാക്കോസ്, എട്ടാമൻ അബിയ, ഒൻപതാമൻ യഷുവ, പത്താമൻ ഷെക്കനിയ, 11ആമൻ എലിയാഷീബ്, 12ആമൻ യാഖീം, 13ആമൻ ഹുപ്പ, 14ആമൻ യഷബയാബ്, 15ആമൻ ബിൽഗ, 16ആമൻ ഇമ്മർ, 17ആമൻ ഹെസിർ, 18ആമൻ ഹപ്പിസസ്, 19ആമൻ പെത്താഹിയ, 20ആമൻ യഹസ്കേൽ, 21ആമൻ യാക്കിൻ, 22ആമൻ ഗാമുൽ, 23ആമൻ ദലായ, 24ആമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമം അനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ: അമ്രാമിന്റെ മക്കളിൽ ഷുബായേൽ, അവന്റെ മക്കളിൽ യഹ്ദേയ, റഹാബിയയുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ, ഇസ്ഹാരിൽ ഷെലോയോത്ത്, അവന്റെ മക്കളിൽ യാഹത്ത്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യറിയ, അമരിയാം, യഹസിയേൽ, യക്കാമയാം. ഉസിയേലിന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കളിൽ ഷമീർ, മിഖായുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സക്കറിയ. മറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി, യാസിയ. മറാറിയുടെ പുത്രനായ യാസിയയുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യറഹ്മേൽ. മോഷിയുടെ പുത്രന്മാർ മഹലി, ഏദർ, യെറിമോത്ത്. ലേവ്യപുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹീമേലെക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്ര തലവന്മാരുടെയും ലേവ്യവംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിപ്പ ചെറുപ്പഭേദമന്യേ നറുക്കിട്ടു. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 25. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ
ആസാഫ്, ഹേമാൻ, യെദുഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും: ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറല. പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സേരി, യഷായ, ഷിമയി, ഹഷാബിയ, മതീതിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യെദുഥൂനിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, എറിമോത്ത്, ഹനാനിയ, ഹനാനി, എലിയാത്ത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്ബകാഷ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോദ്. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദുഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനം ആലപിക്കുവാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു, തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗദാലിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാറലായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യഷായായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മഥാനിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമയിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11 അസറേലിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12 ഹഷാബിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13 ഷബയേലിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14 മത്തീതിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15 എറേമോത്തിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16 ഹനനിയായിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17 യോഷ്ബകാഷയ്ക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18 ഹനാനിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19 മല്ലോത്തിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20 എലിയാഥായ്ക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21 ഹോത്തിറിന്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22 ഗിദാൽത്തിക്ക്, അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23 മഹസിയോത്തിന്,
അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24-ാമത്തേത് റൊമാന്തിയസ്റിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. Chapter 21. Satan rose up against Israel, and he enticed David into taking a census of Israel. David therefore said to Joab and to the other generals of the army, "Go, find out the number of the Israelites from Beersheba to Dan, and report back to me that I may know their number." But Joab replied, "May the Lord increase his people 100-fold. My lord king, are not all of them my lord's subjects? Why does my lord seek to do this thing? Why will he bring guilt upon Israel?" However, the king's command prevailed over Joab, who departed and traversed all of Israel, and then returned to Jerusalem. Joab reported the result of the census to David. Of men capable of wielding a sword there were in all Israel 1,100,000, and in Judah 470,000. Levi and Benjamin, however, he did not include in the census, for the king's command was repugnant to Joab. This command displeased God, who began to punish Israel. Then David said to God, "I have sinned greatly in doing this thing. Take away your servant's guilt, for I have acted very foolishly." Then the Lord spoke to God, David's seer, in these words, "Go tell David, thus says the Lord, I offer you 3 alternatives. Choose one of them, and I will inflict it on you." Accordingly God went to David and said to him, "Thus says the Lord, decide now. Will it be 3 years of famine, or 3 months of fleeing your enemies, with the sword of your foes ever at your back, or 3 days of the Lord's own sword, of pestilence in the land, with the Lord's destroying angel in every part of Israel? Therefore choose. What answer am I to give him who sent me?" Then David said to God, "I am in dire straits, but I prefer to fall into the hand of the Lord, whose mercy is very great, than into the hands of men." Therefore the Lord sent pestilence upon Israel, and 70,000 men of Israel died. God also sent an angel to destroy Jerusalem. But as he was on the point of destroying it, the Lord saw and decided against the calamity, and said to the destroying angel, "Enough now, stay your hand." The angel of the Lord was then standing by the threshing floor of Ornan the Jebusite. When David raised his eyes, he saw the angel of the Lord standing between earth and heaven, with a naked sword in his hand stretched out against Jerusalem. David and the elders, clothed in sackcloth, prostrated themselves face to the ground, and David prayed to God, "Was it not I who ordered the census of the people? I am the one who sinned. I did this wicked thing. But these sheep, what have they done? O Lord my God, strike me and my father's family, but do not afflict your people with this plague." Then the angel of the Lord commanded God to tell David to go up and erect an altar to the Lord on the threshing floor of Ornan the Jebusite. David went up at God's command, given in the name of the Lord. While Ornan was threshing wheat, he turned around and saw the king, and his 4 sons who were with him, without recognizing them. But as David came on toward him, he looked up and saw that it was David. Then he left the threshing floor and bowed down before David, his face to the ground. David said to Ornan, "Sell me the ground of this threshing floor, that I may build on it an altar to the Lord. Sell it to me at its full price, that the plague may be stayed from the people." But Ornan said to David, "Take it as your own, and let my lord the king do what seems best to him. See, I also give you the oxen for the holocausts, the threshing sledges for the wood, and the wheat for the cereal offering. I give it all to you." But King David replied to Ornan, "No, I will buy it from you properly at its full price. I will not take what is yours for the Lord, nor offer up holocausts that cost me nothing." So David paid Ornan 600 shekels of gold for the place. David then built an altar there to the Lord, and offered up holocausts and peace offerings. When he called upon the Lord, he answered him by sending down fire from heaven upon the altar of holocausts. Then the Lord gave orders to the angel to return his sword to its sheath.
Once David saw that the Lord had heard him on the threshing floor of Ornan the Jebusite, he continued to offer sacrifices there. The dwelling of the Lord which Moses had built in the desert, and the altar of holocausts were at that time on the high place at Gibeon. But David could not go there to worship God, for he was fearful of the sword of the angel of the Lord. Therefore David said, This is the house of the Lord God, and this is the altar of holocausts for Israel. Chapter 22. David then ordered that all the aliens who lived in the land of Israel be brought together, and he appointed them stone cutters to hew out stone blocks for building the house of God. He also laid up large stores of iron to make nails for the doors of the gates, and clamps, together with so much bronze that it could not be weighed, and cedar trees without number. The Sidonians and Tyrians brought great stores of cedar logs to David, who said, My son Solomon is young and immature, but the house that is to be built for the Lord must be made so magnificent that it will be renowned and glorious in all countries. Therefore I will make preparations for it. Thus before his death David laid up materials in abundance. Then he called for his son Solomon and commanded him to build a house for the Lord, the God of Israel. David said to Solomon, My son, it was my purpose to build a house myself for the honor of the Lord, my God. But this word of the Lord came to me, You have shed much blood, and you have waged great wars. You may not build a house in my honor, because you have shed too much blood upon the earth in my sight. However, a son is to be born to you. He will be a peaceful man, and I will give him rest from all his enemies on every side. For Solomon shall be his name, and in his time I will bestow peace and tranquility on Israel. It is he who shall build a house in my honor. He shall be a son to me, and I will be a father to him. And I will establish the throne of his kingship over Israel forever. Now, my son, the Lord be with you, and may you succeed in building the house of the Lord your God, as he has said you shall. May the Lord give you prudence and discernment when he brings you to rule over Israel, so that you keep the law of the Lord your God. Only then shall you succeed, if you are careful to observe the precepts and decrees which the Lord gave Moses for Israel. Be brave and steadfast, do not fear or lose heart. See, with great effort I have laid up for the house of the Lord 100,000 talents of gold, 1,000,000 talents of silver and bronze and iron in such great quantities that they cannot be weighed. I have also stored up wood and stones, to which you must add. Moreover, you have available an unlimited supply of workmen, stone-cutters, masons, carpenters, and every kind of craftsman skilled in gold, silver, bronze, and iron. Set to work, therefore, and the Lord be with you. David also commanded all of Israel's leaders to help his son Solomon. Is not the Lord your God with you? Has he not given you rest on every side? Indeed, he has delivered the occupants of the land into my power, and the land is subdued before the Lord and his people. Therefore devote your hearts and souls to seeking the Lord your God. Proceed to build the sanctuary of the Lord God. Let the ark of the covenant of the Lord and God's sacred vessels may be brought into the house built in honor of the Lord. Chapter 23. When David had grown old, and was near the end of his days, he made his son Solomon king over Israel. He then gathered together all the leaders of Israel, together with the priests and the Levites. The Levites, 30 years old and above, were counted, and their total number was found to be 38,000 men. Of these, 24,000 were to direct the service of the house of the Lord, 6,000 were to be officials and judges, 4,000 were to be gatekeepers, and 4,000 were to praise the Lord with the instruments which David had devised for praise. David divided them into classes according to the sons of Levi, Gershon, Kohath, and Merari. To the Gershonites belonged Ladan and Shimei. The sons of Ladan, Jehiel the chief, then Zetham and Joel, 3 in all. The sons of Shimei were Shelomoth, Haziel, and Haran, 3. These were the heads of the families of Ladan. The sons of Shimei were Jahath, Zizah, Jeush, and Beriah.
These were the sons of Shimei, 4 in all. Jahath was the chief, and Ziza was second to him, but Jeush and Beriah had not many sons, and therefore they were classed as a single family, fulfilling a single office. The sons of Kohath, Amram, Ishar, Hebron, and Uzziel, 4 in all. The sons of Amram were Aaron and Moses. Aaron was set apart to be consecrated as most holy, he and his sons forever, to offer sacrifice before the Lord, to minister to him, and to bless his name forever. As for Moses, however, the man of God, his sons were counted as part of the tribe of Levi. The sons of Moses were Gershon and Eleazar. The sons of Gershon, Shubael the chief. The sons of Eleazar were Rehabiah the chief. Eleazar had no other sons, but the sons of Rehabiah were very numerous. The sons of Ishar, Shelomith the chief. The sons of Hebron, Jeriah the chief, Amariah the second, Jahaziel the third, Jechamiam the fourth. The sons of Uzziel, Micah the chief, and Ishiah the second. The sons of Merari, Malai and Mushai. The sons of Malai, Eleazar and Kish. Eleazar died, leaving no sons, only daughters. The sons of Kish, their kinsmen, married them. The sons of Mushai, Malai, Eder, and Jeremoth, 3 in all. These were the sons of Levi according to their ancestral houses, the family heads as they were enrolled one by one according to their names. They performed the work of the service of the house of the Lord from 20 years of age upward, for David's final orders were to enlist the Levites from the time they were 20 years old. David said, "The Lord, the God of Israel, has given rest to his people, and has taken up his dwelling in Jerusalem. Henceforth the Levites need not carry the dwelling or any of its furnishings or equipment. Rather, their duty shall be to assist the sons of Aaron in the service of the house of the Lord, having charge of the courts, the chambers, and the preservation of everything holy. They shall take part in the service of the house of God. They shall also have charge of the showbread, of the fine flour for the cereal offering, of the wafers of unleavened bread, and of the baking and mixing, and of all measures of quantity and size. They must be present every morning to offer thanks and to praise the Lord, and likewise in the evening, and at every offering of holocaust to the Lord on Sabbaths, new moons, and feast days, in such numbers as are prescribed. They must always be present before the Lord. They shall observe what is prescribed for them concerning the meeting tent, the sanctuary, and the sons of Aaron, their brethren, in the service of the house of the Lord." Chapter 24. The descendants of Aaron also were divided into classes. The sons of Aaron were Nadab, Abihu, Eleazar, and Ithamar. Nadab and Abihu died before their father, leaving no sons. Therefore only Eleazar and Ithamar served as priests. David, with Zadok, a descendant of Eleazar, and Ahimelech, a descendant of Ithamar, assigned the functions for the priestly service. But since the descendants of Eleazar were found to be more numerous than those of Ithamar, the former were divided into 16 groups, and the latter into 8 groups, each under its family head. Their functions were assigned impartially by lot, for there were officers of the holy place and officers of the divine presence, descended both from Eleazar and from Ithamar. The scribe Shemaiah, son of Nethanel, a Levite, made a record of it in the presence of the king and of the leaders, of Zadok the priest, and of Ahimelech son of Abiathar, and of the heads of the ancestral houses of the priests and of the Levites, listing 2 successive family groups from Eleazar before each one from Ithamar. The first lot fell to Jehoiarib, the second to Jedaiah, the third to Harim, the fourth to Seorim, the fifth to Malchijah, the sixth to Mijamin, the seventh to Hakkoz, the eighth to Abijah, the ninth to Jeshua, the 10th to Shechaniah, the 11th to Eliashib, the 12th to Jachim, the 13th to Huppah, the 14th to Ishbaal, the 15th to Bilgah, the 16th to Immer, the 17th to Hezer, the 18th to Hapizez, the 19th to Pethahiah, the 20th to Jehizkel, the 21st to Jachin, the 22nd to Gamul, the 23rd to Delaiah, the 24th to Maaziah.
This was the appointed order of their service when they functioned in the house of the Lord, in keeping with the precepts given them by Aaron their father, as the Lord the God of Israel had commanded him. Of the remaining Levites there were Shubael, of the descendants of Amram, and Jediah, of the descendants of Shubael, Ishiah, the chief of the descendants of Rehabiah, Shelomith of the Isharites, and Jahath of the descendants of Shelomith. The descendants of Hebron were Jeriah the chief, Amariah the second, Jehaziel the third, Jechamiam the fourth. The descendants of Uzziel were Micah, Shamir, of the descendants of Micah, Ishiah the brother of Micah, and Zechariah a descendant of Ishiah. The descendants of Merari were Malai, Mushai, and the descendants of his son Uzziah. The descendants of Merari through his son Uzziah, Shoham, Zakur, and Ibri. Descendants of Malai were Eleazar, who had no sons, and Jeramiel, of the descendants of Kish. The descendants of Mushai were Malai, Eder, and Jeremoth. These were the descendants of the Levites according to their ancestral houses. They too, in the same manner as their relatives, the descendants of Aaron, cast lots in the presence of King David, Zadok, Ahimelech, and the heads of the priestly and Levitical families. The more important family did so in the same way as the less important one. Chapter 25. David and the leaders of the liturgical cult set apart for service the descendants of Asaph, Heman, and Jeduthun, as singers of inspired song to the accompaniment of lyres and harps and cymbals. This is the list of those who performed this service. Of the sons of Asaph, Zakur, Joseph, Nethaniah, and Asherelah, sons of Asaph, under the direction of Asaph, who sang inspired songs, under the guidance of the king. Of Jeduthun, these sons of Jeduthun, Gedaliah, Zirai, Jeshiah, Shimei, Hashabiah, and Mattathiah, 6, under the direction of their father Jeduthun, who sang inspired songs to the accompaniment of a lyre, to give thanks and praise to the Lord. Of Heman, these sons of Heman, Bukiah, Mattaniah, Uzziel, Shubael, and Jeremoth, Hananiah, Hanani, Eliathah, Gidaltai, Romamti-Ezer, Joshbekisha, Malothai, Hothir, and Mahazioth. All these were the sons of Heman, the king's seer in divine matters. To enhance his prestige, God gave Heman 14 sons and 3 daughters. All these, whether of Asaph, Jeduthun, or Heman, were under their father's direction in the singing of the house of the Lord to the accompaniment of cymbals, harps, and lyres, serving in the house of God under the guidance of the king. Their number, together with that of their brethren who were trained in singing to the Lord, all of them skilled men, was 288. They cast lots for their functions equally, young and old, master and pupil alike. The first lot fell to Asaph, the family of Joseph. He and his sons and his brethren were 12. Gedaliah was the second. He and his brethren and his sons were 12. The third was Zakur, his sons and his brethren 12. The fourth fell to Izri, his sons, and his brethren 12. The fifth was Nethaniah, his sons and his brethren 12. The sixth was Bukiah, his sons and his brethren 12. The seventh was Jesharilah, his sons and his brethren 12. The eighth was Jeshiah, his sons and his brethren 12. The ninth was Mattaniah, his sons and his brethren 12. The 10th was Shimei, his sons and his brethren 12. The 11th was Uzziel, his sons and his brethren 12. The 12th fell to Hashabiah, his sons and his brethren 12. The 13th was Shubael, his sons and his brethren 12. The 14th was Mattathiah, his sons and his brethren 12. The 15th fell to Jeremoth, his sons and his brethren 12. The 16th fell to Hananiah, his sons, and his brethren 12. The 17th fell to Joshbekasha, his sons, and his brethren 12. The 18th fell to Hanani, his sons, and his brethren 12. The 19th fell to Malothai, his sons, and his brethren 12. The 20th fell to Eliathah, his sons, and his brethren 12. The 21st fell to Hothir, his sons, and his brethren 12. The 22nd fell to Gidaltai, his sons and his brethren 12. The 23rd fell to Mahazioth,
his sons and his brethren 12. The 24th fell to Romantiezer, his sons and his brethren 12.